ശ്രദ്ധിച്ചു കേൾക്കുക. മോശെ മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ചു. വരുവാനുള്ള രാജാവായിട്ട് താൻ ഒരുങ്ങേണ്ടതായ സമയത്ത്, മിസ്രൈമിന്റെ വരുവാനുള്ള രാജാവായിട്ട് ഭരിക്കേണ്ടതായ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കുറവ് തന്നിൽ ഉണ്ട്. എന്താണെന്നറിയാമോ? കോപം. സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു, രാജസുഖങ്ങൾ ഉപേക്ഷിച്ചു, അത്ഭുതകരമായ തീരുമാനമെടുത്തു. എന്നാൽ തന്നിലെ കോപത്തെ മാത്രം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ബൈബിളിൽ പറയുന്നു, പട്ടണത്തെ അടക്കുന്നവനേക്കാൾ തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ് ശ്രേഷ്ഠൻ. മോശയുടെ കോപം അവനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ട്. നിന്റെ കോപം കൊണ്ടാണല്ലോ നീ ഒറ്റപ്പെട്ടിരിക്കുന്നത്. നിന്റെ കോപം കൊണ്ടാണല്ലോ നീ ഏകനായിരിക്കുന്നത്. നിന്റെ കോപം കൊണ്ടാണല്ലോ നല്ല ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നത്. സഹോദര സഹോദരി, ബൈബിളിൽ പറയുന്നു, നിങ്ങൾ കോപിക്കരുത്. മനുഷ്യന്റെ കോപം കൊണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ കഴിയില്ല. മറക്കരുത്. നീ ദേഷ്യത്തോടെ ആയിരിക്കുമ്പോൾ സംസാരിക്കാതെ നിന്റെ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മോശയുടെ കോപം മോശയെ ഒറ്റപ്പെടുത്തി. ആ കോപത്തെ അവൻ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അവൻ ദൈവഹിതം ചെയ്തിരുന്നേനെ. 2. ഹാമാന്റെ കോപം അവന്റെ ജീവനെ തന്നെ എടുത്തു. 3. കയീന്റെ കോപം അവനെ ദേശത്ത് ഉഴലുവാൻ കാരണമാക്കി. 4. മുടിനായ പുത്രന്റെ ജ്യേഷ്ഠന്റെ കോപം അപ്പോൾ വരെ വീട്ടിൽ ആയിരുന്നവനെ പുറത്താക്കുവാൻ കാരണമായി. അതുപോലെ സ്തേഫാനോസ് പറഞ്ഞതായ സാക്ഷ്യം കേട്ടതായ മൂഢന്മാരായ ആളുകളുടെ കോപം നീതിമാനെ കൊലപ്പെടുത്തി. മനുഷ്യന്റെ കോപം ഒരിക്കലും മനുഷ്യന് സമാധാനം കൊടുക്കില്ല. മോശയുടെ കോപം കാരണം മോശ ഒറ്റപ്പെടാനിടയായി. ഹാമാൻ രാജാവിന്റെ തൊട്ടടുത്ത സ്ഥാനത്തായി ഭരിക്കുന്ന വ്യക്തിയാണ്. വളരെ സന്തോഷത്തോടെ തനിക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ ഒരു യഹൂദൻ തന്നെ നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അവനോട് കോപിച്ചിട്ട്, അവനോട് പക കാണിച്ചിട്ട് അവനെ കൊന്നുകളയണം, മാത്രമല്ല അവന്റെ വംശത്തെ മുഴുവനും തുടച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹാമാൻ പക കാണിച്ചു. അവസാനം ഹാമാന്റെ ജീവന് തന്നെ അത് നാശകരമായിട്ട് തീർന്നു. കയീനേ, നിന്റെ അനുജനെവിടെ? എന്താണ്? ഞാനെന്താണ് എന്റെ അനുജന്റെ കാവൽക്കാരനാണോ? എന്തിനാണ് കയീൻ അത്ര കോപിക്കുന്നത്? കയീനേ, നീ നല്ല പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ നീ എന്തിനാണ് കോപിക്കുന്നത്? ആ ദിവസം കയീൻ ചെയ്തതായ പ്രവൃത്തി കാരണം അവൻ ദേശത്ത് ഉഴലുവാനിടയായി. ദേഷ്യവും അതുപോലെ ക്രോധവും നിന്നിലുണ്ടായിരിക്കുമ്പോൾ നീ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ? കോപം ഉണ്ടായിരിക്കുമ്പോൾ നീ വായ തുറക്കാതിരുന്നാൽ മതി. വായ തുറക്കാതിരുന്നാൽ മതി. ആ ഭർത്താവ് വലിയ കോപിഷ്ഠനാണ്. ബഹളമുണ്ടാക്കും, ഒച്ചവയ്ക്കും, അലറി വിളിക്കും. അതൊന്നും സഹിക്കവയ്യാതെ ഭാര്യ വളരെ കഷ്ടത അനുഭവിക്കുകയാണ്. അവസാനം സഹിയിട്ട് പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, നോക്കൂ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, വലിയ മുൻകോപിയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല, യാതൊരു സമാധാനവുമില്ല, അതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ബഹളം വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുക്കണം. എടുത്തിട്ട് ആ വെള്ളം നിങ്ങളുടെ വായിൽ ഒഴിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് ബഹളം വയ്ക്കുമ്പോഴേക്കും ആ വെള്ളം കുലുക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് നീ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക, നിനക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയും. എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ കോപമൊക്കെ കുറയുമോ? അദ്ദേഹം പിന്നെ വഴക്കുണ്ടാക്കില്ലേ? നീ തന്നെ നോക്കുക. ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോയി. ഏതോ ഒരു കാരണം പറഞ്ഞ് ഭർത്താവ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞതായ ഉപദേശം ഓർമ്മ വന്നത്. വേഗം ഒരു ഗ്ലാസ് വെള്ളം വായിലൊഴിച്ചിട്ട് ആ വായിലൊഴിച്ച് കുലുക്കിക്കൊണ്ടേയിരുന്നു. ഭർത്താവ് അലറി വിളിക്കുന്നു, ബഹളം വയ്ക്കുന്നു. എന്താണ്, കുറേ നേരം അലയ്ക്കുന്നു, വിളിക്കുന്നു. അവസാനം ആരാണ് ക്ഷണിക്കുന്നത്? അയാളുടെ വായിക്ക് തന്നെ വേദനയെടുക്കും. അവസാനം ഒച്ച വെച്ച് നിർത്തി. അടുത്ത ദിവസവും ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഭാര്യ അപ്പോൾ വായിൽ വെള്ളമൊഴിച്ച് മിണ്ടാതെയിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് അലറി വിളിച്ച് ബഹളം വെച്ച് പിന്നീട് നിർത്തി. അങ്ങനെ കലഹവും നിന്നുപോയി. എല്ലാം വഴക്കും മാറി. എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചത്! അവളപ്പോൾ ആ മനുഷ്യനോട് ചെന്ന് പറയാനിടയായി.
ആ ഗ്ലാസ്സിലുണ്ടായിരിക്കുന്നതായ വെള്ളത്തിൻ്റെ ശക്തി അത് വളരെ വലുതാണ്. ഏത് ശക്തിയാണ് ആ വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്? അതൊരു സാധാരണ ശക്തിയല്ല. ആ വെള്ളം വായിലൊഴിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹളം വെച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യമെല്ലാം തീർന്നു പോയി. എന്തൊരു പവറാണതിന്! അപ്പോഴാ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, മകളെ, ആ വെള്ളത്തിൽ യാതൊരുവിധ ശക്തിയുമില്ല. പിന്നെന്താണ്? ആ വെള്ളം ഞാൻ വായിലൊഴിച്ച് വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യം മുഴുവനും കുറഞ്ഞുപോയി. എടി പൊട്ടി, അവൻ്റെ കോപം കുറഞ്ഞതിൻ്റെ കാരണം നിന്റെ വായിലൊഴിച്ച വെള്ളം കാരണമല്ല, നിന്റെ വായ അടഞ്ഞിരുന്നത് കൊണ്ടാണ്. നീ വായടയ്ക്കാതെ ഇരുന്ന് വീട്ടിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ബഹളമുണ്ടാക്കുന്നത് കൊണ്ടാണ് പ്രശ്നമുണ്ടാകുന്നത്. നീ മൗനമായിരുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. സമാധാനത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? എങ്കിലെപ്പോൾ മൗനമായിരിക്കണമെന്ന് പഠിക്കുക. ഒരുപക്ഷെ ബഹളം വയ്ക്കുന്ന ഭർത്താവിന് മുൻപിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഭാര്യ മൗനമായിരിക്കണം. ഭാര്യ ബഹളം വയ്ക്കുകയാണെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഭർത്താവ് വായടച്ചിരിക്കണം. എപ്പോൾ വായടയ്ക്കണമെന്ന് പഠിക്കുകയാണെങ്കിൽ മത്സ്യത്തിനും അതിൻ്റെ ആയുഷ്കാലമൊക്കെയും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. എന്താണ്? ചൂണ്ട ഇറങ്ങി വരുന്നുണ്ട്, കൺമുൻപിൽ കാണുന്നു. ആ ചൂണ്ടയിൽ അരിക്കുന്ന ഇരയ്ക്കു വേണ്ടി വായ് തുറക്കാതിരുന്നാൽ ജീവൻ രക്ഷപ്പെടും. ആ ചൂണ്ട വരുന്ന സമയത്ത് മത്സ്യം വാ പൂട്ടിയിരുന്നാലോ അതിൻ്റെ ജീവൻ രക്ഷപ്പെടും. ചിലപ്പോൾ പിശാച് നിന്റെ ഭർത്താവിൽ കൂടി ചൂണ്ടയിടും, നിന്റെ ഭാര്യയിൽ കൂടി ചൂണ്ടയിടും, നിന്റെ മക്കളിൽ കൂടി ചൂണ്ടയിടും, ജോലി ചെയ്യുന്നിടത്ത് സഹപ്രവർത്തകരിൽ കൂടി ചൂണ്ടയിടും. അതിൻ്റെ ലക്ഷ്യമെന്താണ്? നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുവാനായിട്ടാണ്. നീ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വായടച്ച് സ്വസ്ഥമായിരിക്കണമെന്ന് ശീലിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കോപിച്ച് അലറി വിളിക്കാതെ ഞങ്ങൾ ജീവിച്ചാൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഞങ്ങൾക്ക് സമാധാനമുണ്ടാകും, ഞങ്ങളുടെ ഗൃഹത്തിൽ സമാധാനമുണ്ടാകും, ജോലി ചെയ്യുന്നിടത്ത്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതായിടത്ത് സമാധാനമുണ്ടാകും. ഞങ്ങളുടെ ശരീരത്തിൽ ആത്മീയതയും സമാധാനവും അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇന്ന് നീ വചനത്തിൽ കൂടി വളരെ ശക്തമായി സംസാരിച്ചുവല്ലോ. കേട്ടതായ വചനപ്രകാരം ജീവിക്കുവാനുള്ള കൃപ എല്ലാ വ്യക്തികൾക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.